ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് രാവിലെ ആണെങ്കിലും ഇത് ഞാൻ ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആണ്, തലേ ദിവസം വൈകിട്ടത്തെ വീഡിയോ ആണ്. തംബ്നെയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് കുക്കിംഗ് റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങളാണെന്നുള്ളത്. അപ്പോൾ എന്താണ് വിശേഷം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് സ്ട്രഗ്ലിംഗ് ടൈമിലാണ്. സ്ട്രഗ്ലിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നടുവൊക്കെ ഒന്ന് മിന്നി 1-2 ദിവസങ്ങളായിട്ട് നടു മിന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ചോദിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈയൊക്കെ ടാറ്റു ചെയ്തിട്ടുണ്ട്. ടാറ്റു ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ഇത് കണ്ടോ, ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കയ്യിൽ കുറഞ്ഞു കേട്ടോ, ഈ കയ്യിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ വെയിൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതിനു മുന്നേ ഞാൻ കുറേ നാളുകൾക്ക് മുന്നേയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വെയിൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം. അപ്പോൾ വെയിൻ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോൾ ഇപ്പോൾ കാലിലാണ് IV സെറ്റ് ഇടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇഞ്ചക്ഷൻ ഇടാൻ വേണ്ടിയിട്ട് കാലിലാണ് കുത്തുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഒരു ചേഞ്ചായിട്ട് കാലിൽ കുത്തി. ഇപ്പോൾ ചേഞ്ചായിട്ടല്ല, കാലിൽ കുത്തുമ്പോഴും കയ്യിൽ കുത്തുമ്പോഴും വേദന, എല്ലാവർക്കും വേദനയൊക്കെ തന്നെയാണ്. അപ്പോൾ കാലിൽ കുത്തിയപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഹോസ്പിറ്റലിൽ വെച്ച് എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. എല്ലാവരുടെയും കാലിൽ ഇങ്ങനെ കുഞ്ഞു കുട്ടികളുടെ അല്ലാതെ വലിയ ആളുകളുടെ കാലിൽ നമ്മൾ നീഡിൽ കുത്തി കാണാറില്ല. പൊതുവെ ഞാൻ ആരുടെയും കണ്ടിട്ടില്ല കേട്ടോ, അധികം എന്നല്ല, ഞാൻ ഇതുവരെ ആരുടെയും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ കാലിലാണ് ഞാൻ കുത്തി കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കാലിൽ ഇപ്പോൾ 3-4 പ്രാവശ്യമായി ഇങ്ങനെ കുത്തി കാണുന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാം. നടുവേദനയായിട്ട് എനിക്ക് ടാബ്ലറ്റ് ഒന്നും കഴിക്കാൻ വയ്യാത്തതാണ്. അപ്പോൾ നടു ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ നടുവേദന കൂടുമ്പോൾ ഇഞ്ചക്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കാലിൽ കുത്തുന്നത്. അപ്പോൾ കാലിലും വെയിൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സിസ്റ്റർ എളുപ്പത്തിനിന്ന് തിരക്കൊക്കെ ആയതുകൊണ്ട് കുറേ സമയം കയ്യിൽ കുത്തി കൈക്ക് വേദന കൂട്ടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കാലിൽ കുത്തിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഹോസ്പിറ്റലിൽ വെച്ച് ലൈവ് ചെയ്യാമെന്ന് വെച്ചാൽ എനിക്കത് ബുദ്ധിമുട്ടാണ് കേട്ടോ. എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്. ഇന്നിപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നിന്നിട്ട് ലൈവ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കുഴപ്പമൊന്നും പറയില്ല, ലൈവ് ചെയ്തോളൂ, ഒരു കണ്ടന്റ് ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഉറക്കെ സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നമ്മൾ റൂമിലൊന്നല്ല, നമ്മൾ എമർജൻസിയിലാണ് ചെന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് തിരിച്ചു പോരുമ്പോൾ ആ ഒരു അരമണിക്കൂർ സമയത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ റൂമിലല്ലല്ലോ അഡ്മിറ്റ് ആവുന്നത്, എമർജൻസിയിലല്ലേ. എമർജൻസിയിൽ അരമണിക്കൂർ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഡോക്ടറിന് ഇവിടെ നിന്ന് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തിരക്കൊന്നുമില്ല കേട്ടോ. സിസ്റ്റർ ഇഞ്ചക്ഷൻ കണക്ട് ചെയ്തിട്ട് പോയി. അപ്പോൾ ഞാൻ ഇതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചു. ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആളല്ല. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് കാലിൽ കുത്തിയപ്പോൾ, തലവേദനയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ, കാലിൽ കുത്തിയപ്പോൾ ഞാൻ ചോദിച്ചു ചേഞ്ച് അല്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു, കാലിൽ കുത്തിയതും IV സ്റ്റാൻഡും ഒക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ലൈവ് ചെയ്യണോ, ലൈവ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? വേണ്ട. പക്ഷെ എനിക്ക് ഇത്രയും ഉറക്കെ ഒരു ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ ഇരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈവ് ചെയ്യണ്ട, വീട്ടിൽ വന്നിട്ട് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ വീട്ടിൽ വന്നിട്ട് ലൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ വന്ന് ലൈവ് ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക, അതൊന്നും അങ്ങനെ സുഖമായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്നിട്ട് കാര്യം പറയാം, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ? ഈ ഇഞ്ചക്ഷൻ ഇടാൻ വേണ്ടിയിട്ട് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ പാട് വരാറുണ്ടോ? എന്താണ് ഇതിന് പരിഹാരം ചെയ്യാറുള്ളത്? കയ്യിൽ വരുന്ന പാടുകളുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ പാടുണ്ട്, ഇവിടെ കുറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇങ്ങടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചെറിയ ചെറിയ പാടുകളാണ്. അത് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ വരാറുണ്ട് എപ്പോഴും. ഈ പാടുകൾ മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ഞാൻ ഒന്നും ചെയ്യാറില്ല, ഐസ് വയ്ക്കാറുണ്ട്. ഐസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കരിനീല കളറിലുള്ള പാട് അങ്ങോട്ട് മാറും. പക്ഷെ അത് കുറേ സമയം എടുക്കും. അപ്പം ഞാനിപ്പോൾ ടൈം പാസ് ആയിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നത് ടാറ്റു ചെയ്തതാണ്. എല്ലാവരും പെർമനൻ്റ് ആയിട്ടല്ലേ ടാറ്റു ചെയ്യുന്നത്. ഞാനിങ്ങനെ ടെമ്പററി ആയിട്ട് പല സ്ഥലത്ത് മാറിയാണ് ടാറ്റു ചെയ്യുന്നത്. സോറി കേട്ടോ, രാജീവേട്ടൻ്റെ ഫോൺ റിങ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ടാറ്റു ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പാട് വരാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അല്ലെങ്കിൽ പാട് വരുന്നത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പാട് വരുന്നത്? എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ പലരും ഡോക്ടേഴ്സ്, ഇപ്പോൾ ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലാത്ത ഡോക്ടേഴ്സ് ഉണ്ട്, പലരും വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യോ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് പലർക്കും പല അറിവുകളാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ കാലിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കാലൊക്കെ കുത്തി. ഞാൻ കണ്ടോ എൻ്റെ കാലിൻ്റെ ഇവിടെയാണ് കേട്ടോ കുത്തിയത്. ഇന്നലെ കുത്തിയത് ഇവിടെയായിരുന്നു. ഇന്നലെ ഇവിടെ കുത്തി, ഇന്ന് ഇവിടെ കുത്തി. ഇന്നലെ കുത്തിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊന്ന് തുമ്മി. അപ്പോൾ ഇന്നലെ തുമ്മിയതിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടി നടുമിന്നി. അപ്പോൾ എന്താ തിങ്കളാഴ്ച പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് തലയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് തല പൊക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നടുമിന്നി. അപ്പോൾ എൻ്റെ ഡിസ്കിന് ചെറിയ പ്രശ്നമുള്ളതാണ്. കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, നമ്മൾ നേരത്തെ മുതൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ഡിസ്കിന് ചെറിയ പ്രോബ്ലം ഉള്ളതാണ്. ഞാനൊരു വീഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഡിസ്കിൻ്റെ ചെറിയ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് നടുവിന് ഇത്തിരി പ്രശ്നമൊക്കെ ഉള്ളതാണ്. അപ്പോൾ തിങ്കളാഴ്ച ഒന്നും മിന്നി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു തുമ്മൽ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും മിന്നി. ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തു. ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. നല്ലൊരു ലഞ്ച് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ പുറകെ വരും കേട്ടോ. ആ ലഞ്ച് വീഡിയോയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് രാജീവേട്ടൻ ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് കാൽഭാഗമായി തോന്നുന്നു അല്ലേ? കാൽഭാഗമായിട്ടുള്ളൂ. ആ സമയം ഞാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് ബെഡ്റൂമിലേക്ക് എത്തി. അപ്പം തന്നെ എൻ്റെ കരച്ചിൽ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞു. അത്ര ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ ചെന്നപ്പോൾ കയ്യിൽ കുത്തിയിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ വീണ്ടും കാലിൽ കുത്തേണ്ടി വന്നു. ഇന്നലെയാണ് കുറേ നാളുകൾക്ക് ശേഷം കാലിൽ കുത്തിയത്. ഇന്ന് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊന്ന് തല ചുറ്റി വീണു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ ഫുഡ് കഴിച്ചതാണ് രാവിലെ, എന്തുകൊണ്ടും തല ചുറ്റി വീണു. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ നിന്നിട്ട് ഞാൻ നിങ്ങളുടെ കമൻസ് വായിക്കുന്നുണ്ട്, നിങ്ങളുടെ കമൻസിന് റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറേ റെസിപ്പികളൊക്കെ ആവശ്യമുണ്ടാവാം. അപ്പോൾ എന്തൊക്കെ റെസിപ്പികളാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ചോദിക്കാൻ ഞാനൊരു ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് ലൈവ് മിസ്സാവുന്നുണ്ട്. അപ്പോൾ ആ ലൈവ് മിസ്സാവുന്ന ആളുകൾക്ക് പിന്നെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കമൻറ്റ്സ് ചിലതൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തത്. എൻ്റെ വിശേഷങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാറില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഇൻട്രോ മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. വിശേഷങ്ങളൊന്നും അങ്ങനെ പറയാറില്ലല്ലോ. കുക്കിങ്ങിനിടയിലാണെങ്കിലും വിശേഷങ്ങൾ അധികം പറയാറില്ല. അപ്പോൾ വിശേഷങ്ങളും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ നഖം വന്നു തുടങ്ങി കേട്ടോ. നഖമൊക്കെ ചെറുതായിട്ടൊരു കാൽഭാഗമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നഖത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടും എല്ലാവരും ഇപ്പോൾ കമൻസിലൊക്കെ ചോദിക്കാറുണ്ട്, നഖത്തിൻ്റെ കാര്യം എന്തായി, വിരലൊക്കെ ശരിയായോ. അപ്പോൾ നഖമൊക്കെ വന്നു തുടങ്ങി. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുപാട് പേരുണ്ട്. അതും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി എല്ലാവർക്കും. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾക്കെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള റെസിപ്പീസ് ഒന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന റെസിപ്പി പറയാം. പിടിയും കോഴിക്കറി ഉണ്ടല്ലോ, അത് എൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷം മുതൽ ആരൊക്കെയോ ചോദിച്ചു. ഞാൻ എല്ലാവരുടെയും പേര് ഓർക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരാളുടെ മാത്രമായിട്ട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ എൻ്റെ അടുത്ത് പരാതി പറയും, ചേച്ചി ഇന്ന ആളുടെ പേര് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരാളുടെ മാത്രമായിട്ട് പേര് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ 3-4 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പിടിയും കോഴിക്കറിയുടെ റെസിപ്പി. ഞാനിപ്പോൾ ഈസ്റ്ററിന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈസ്റ്ററിന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിടിയും കോഴിക്കറി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ക്രിസ്മസിന് മുന്നേ ചെയ്യാനായിട്ട്. പിന്നെ വേറെ ഏതെങ്കിലും റെസിപ്പികൾ, വൈൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈൻ്റെ റെസിപ്പിയുടെ ലിങ്കൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വൈൻ ഇപ്പോഴും ഞാൻ ഉണ്ടാക്കിയത് തീർന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം വേറെ വൈനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. വൈനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ട്രഡീഷണൽ രീതിയിൽ 41 ദിവസം അല്ലെങ്കിൽ 21 ദിവസം കെട്ടി വെച്ച് തന്നെയൊക്കെ വൈൻ ചെയ്യണം. ഇൻസ്റ്റൻറ്റ് വൈനൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാം കേട്ടോ. ചെയ്തിട്ട് ടേസ്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട റെസിപ്പികൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏതൊക്കെ റെസിപ്പികളാണ് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്നുള്ളതും, ഞാൻ ചെയ്തിട്ടില്ലാത്ത റെസിപ്പികളാണെങ്കിൽ ഞാനത് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ, കുക്കിംഗ് വീഡിയോ അല്ലാതെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും. പിന്നെ പലർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബ് എന്നുള്ള ആ ഒരു റെഡ് ലെറ്റർ ഉണ്ടല്ലോ, സബ്സ്ക്രൈബിൻ്റെ സൈഡിൽ ബെല്ലൈക്കണിൻ്റെ സൈഡിലുള്ള ഓള് പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഓള് പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. ഓള് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ പലരും ഓള് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും പലർക്കും യൂട്യൂബ് നോട്ടിഫിക്കേഷൻ വിടുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു പ്രശ്നവും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള അപ്ഡേറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ ഞാനിനി ചെയ്യുന്ന 2-3 വീഡിയോകളൊക്കെ നേരത്തെ ചെയ്തിരിക്കുന്ന വീഡിയോകളാണ്. ഞാൻ ഈ നടുവേദന വെച്ചിട്ട് ഇനിയിപ്പോൾ അധികം വലിയ വീഡിയോകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. 2 ദിവസം റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ വീഡിയോകൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിനി കാണുന്ന വീഡിയോകൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ബാക്കി ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അമ്മ താഴെ സുഖമായിട്ടിരിക്കുന്നു. കിച്ചു സപ്പുറത്തുണ്ട്. രാജീവേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.